കുറെ നേരം കഴിഞ്ഞും അവന് വെളിയിൽ കാണാതായപ്പോൾ പിള്ളേരൊക്കെ ബാത്റൂമിന്റെ വാതിൽ കൊട്ടാൻ തുടങ്ങി. അളിയാ തുറക്കടാ. നീണ്ട നേരത്തെ മേക്ക് ഓവറിന് ശേഷം അവൻ വെളിയിൽ വന്നു. ആ വന്നത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ മൊത്തം ഒന്നിച്ച് കുറെ പാണ്ടിലോറികൾ സ്റ്റാർട്ടാക്കിയാൽ എങ്ങനെയിരിക്കും അതുപോലെയായിരുന്നു ചിരി. എന്താടാ ഇങ്ങനെ ചിരിക്കുന്നത്? അളിയ നിന്റെ മോന്തയ്ക്ക് പറ്റിയടാ. സന്ദീപ് അവന്റെ മുഖം തടവിക്കൊണ്ട് ചോദിച്ചു. ഛേ കൈയെടുക്കടാ, മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി വന്നോളൂ ഓരോന്നും. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമില്ലാത്ത. അതും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ പോയി. അവന്റെ പിന്നാലെ അവനെയും കളിയാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരും. ഇന്നാണ് കോളേജ് ആർട്സ് ഡേ. കോളേജ് മൊത്തം വർണ്ണങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ക്ലാസ് മുറികളിലും ജനാലകളിലും മരങ്ങളിലും ചെടികളിലുമൊക്കെ പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ ഒരു കല്യാണ മണ്ഡപമാണെന്നേ പറയൂ, അത്രയ്ക്ക് മനോഹരമായി വെച്ചിട്ടുണ്ട്. അന്ന് കോളേജിൽ ഫസ്റ്റ് ഇയർ ഒഴിച്ച് ബാക്കി എല്ലാ ക്ലാസ്സിലുള്ളവരും ഒരേപോലുള്ള ഡ്രസ്സിലായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രിയും അവരും ആസാക്കി. തനു രാവിലെ തന്നെ മൈക്കൊക്കെ സെറ്റാക്കാൻ വേണ്ടി വിക്കിയുടെ കൂടെ പോയി. റോസ് സാരിയും അതിനിണങ്ങിയ കമ്മലും മാലയും അതിനോടൊപ്പം ഫ്രീ ഹെയറും അതായിരുന്നു അവിടെ വേഷം. മെൽവിനും ശരത്തും ഇനിയും വന്നിട്ടില്ല. ലാസ്റ്റ് എൻട്രി തരാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അതുകൾ അങ്ങനെ ഒരു സാധനം. പൂജ ഒരു നീല സാരിയും ലൈറ്റ് നീല കളർ ബ്ലൗസുമായിരുന്നു വേഷം. 1 ഫ്ലീറ്റ് ആക്കിയായിരുന്നു സാരി ഉടുത്തത്. മുടിയൊരു സൈഡാക്കി ഫ്രീ ഹെയർ ഇട്ടിട്ടുണ്ട്. തനുവും പൂജയും ഏകദേശം ഒരുപോലെയായിരുന്നു. തേജു പിന്നെ സെറ്റ് സാരിയും ലൈറ്റ് ഗ്രീൻ ബ്ലൗസും. അതിനു പുറമെ മുടിയെ സിമ്പിളായി പിന്നിൽ കെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം കാതിൽ ജിമിക്കിയും കഴുത്തിൽ ചെറിയൊരു ചെയിനും നെറ്റിയിൽ ചന്ദനക്കുറിയും. ശരിക്കും കണ്ടാൽ ഒരു മലയാളി നാടൻ പെൺകുട്ടി. തേജുവിന്റെ സാരിയിലെ ഫ്ലീറ്റ്സ് ശരിയാവാതെ പൂജയും കൊണ്ട് അത് ശരിയാക്കാൻ വേണ്ടി വാഷ്റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരാ കാഴ്ച കണ്ടത്. പെട്ടെന്ന് ഇന്ദ്രനും പിള്ളേരും ഡ്യൂക്കാട്ടിയിൽ വന്ന് മാസ് എൻട്രി തന്നു. അവൻ നല്ല സ്റ്റൈലായി ഒന്ന് ഹെൽമെറ്റ് അഴിച്ചതും പൂജയുടെയും തേജുവിന്റെയും കണ്ണ് താഴെ വീണ അവസ്ഥയായി. ഇത് നമ്മുടെ ഇമ്രാഷ്മി, ഓ സോറി ഇന്ദ്രേട്ടനല്ലേ? തേജു പറഞ്ഞു. അതേടി, ഇയാളുടെ താടി മീശ എവിടെ? പൂജ കണ്ണും തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. എന്റെ അമ്മോ, ഇയാള് താടി വെച്ചാലും ലുക്ക്, താടി എടുത്താലും ലുക്ക്. തനുവിന്റെ ഒരു ഭാഗ്യം. തേജു അവനെ നന്നായി വായി നോക്കി. ഞാൻ വേഗം പോയി തനുവിനോട് പറയട്ടെ. അതും പറഞ്ഞ് പൂജ വേഗം അവളുടെ അടുത്തേക്ക് ഓടി. ഡി എന്റെ സാരി, അതൊക്കെ വന്നിട്ട് ശരിയാക്കാം, പൂജ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തേജു വേറെ വഴിയില്ലാത്ത കാരണം വരാന്തയിൽ മതിൽ വെറുതെ കൈവച്ചുകൊണ്ട് നിന്നു. ഇന്നെന്തായാലും ഈ സാരിയിലെ ഹർഷന്റെ മുന്നിൽ പോയിട്ടൊന്ന് വിലസണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദൂരെ നിന്ന് ആർപ്പുളിയും കൂരൊക്കെ കേട്ടത്. ആ ശബ്ദം പതിയെ പതിയെ കൂടാൻ തുടങ്ങി. അത് കേൾക്ക് ബാക്കി പിള്ളേരൊക്കെ കോളേജിന്റെ മുന്നിലേക്ക് വരാൻ തുടങ്ങി. അതെ, നമ്മുടെ മെക്കിലെ പിള്ളേരുടെ എൻട്രി അതൊരു ഒന്നൊന്നര എൻട്രി ആയിരുന്നു. മഹീന്ദ്ര ഓപ്പൺ ജീപ്പിലായിരുന്നു അവരുടെ എൻട്രി. അത് കണ്ടതും സകല ആൾക്കാരുടെയും കിളി പോയി, തേജുവിന്റെ അടക്കം. ബ്ലൂ കളർ കുർത്തയും അതേ ബ്ലൂ കളർ കരയുള്ള മുണ്ടുമായിരുന്നു അവരുടെ വേഷം. അതും ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ. എല്ലാവരും തലയിൽ കസവിന്റെ മുണ്ട് കെട്ടി അതിനൊപ്പം റെയ്ബൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഒരു ജീപ്പിൽ 3 ആൾക്കാർ വീതമായിരുന്നു വന്നത്. ഡ്രൈവർ ഒഴിച്ച് ബാക്കി 2 പേർ എണീറ്റിന്ന് കളർ പോപ്പറൊക്കെ പൊട്ടിച്ച് അവരുടെ മെക്കിലെ മുദ്രാവാക്യം വിളിച്ചുണ്ടായിരുന്നു വരവ്. പലരും അവരെ അസൂയയുടെ ആയിരുന്നു നോക്കിയത്. കാരണം ഒന്നാമത് അവരുടെ ബോയ്സ് ഓൺലി ടീം. മാത്രമല്ല ബാക്കി ഏത് ഡിപ്പാർട്ട്മെന്റിലും ഡ്രസ് കോഡിൽ ഫസ്റ്റ് ഇയേഴ്സിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല തമിഴ്നാട് കോളേജ് ആയതുകൊണ്ട് തന്നെ മുണ്ടെടുക്കാൻ അത്ര പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ ഇവർ അതിനെ തിരഞ്ഞെടുത്തു, അതും ഫസ്റ്റ് ഇയേഴ്സിനെയും കൂട്ടിക്കൊണ്ട്. ഇപ്പോൾ കോളേജിലെ ഫസ്റ്റ് ഇയർ ബയോടെക്കിലെ ബോയ്സും മെക്കിലെ മുഴുവൻ പിള്ളേരും മുണ്ടാണ് കോസ്റ്റ്യൂം. പക്ഷേ ബയോടെക്കിലെ പിള്ളേര് മുണ്ടിനൊപ്പം ഷർട്ടും മെക്കിലെ പിള്ളേര് മുണ്ടിനൊപ്പം കുർത്തയുമാക്കി. ഫൈനൽ ഇയേഴ്സ് മൊത്തം ജീപ്പിലും അതിന് പിന്നാലെ തേർഡ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും ബുള്ളറ്റിലായിരുന്നു വന്നത്. തേജുവിന്റെ കണ്ണ് മുഴുവൻ ഹർഷന്റെ മേലെയായിരുന്നു. വല്ലാത്തൊരു ഐശ്വര്യമായിരുന്നു അവന്റെ മുഖത്ത്. ഒരു മലയാള തനിമ കാണാൻ പറ്റി. അതും ആ കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചപ്പോ ഉഫ്, പറയാൻ വാക്കുകളില്ല. ഇയാളെയാണോ താൻ ഇത്രകാലം ഭംഗിയില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയെന്ന് ഓർത്തപ്പോൾ അവൾക്ക് കുറ്റബോധം തോന്നി. അവൻ ജീപ്പിൽ നിന്നിറങ്ങി കുർത്തയുടെ കൈ ഹാഫ് ഫോൾഡ് ആക്കി. തലയിലുള്ള ആ കസവും എടുത്ത് മുണ്ട് മടക്കിയുള്ള ആ വരവ് കണ്ടതും അവൾക്ക് ഓടിപ്പോയൊരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത്. അവന്റെ പിന്നാലെ ബാക്കിയുള്ളവർ കൂടിയായപ്പോ ഓഹ്, ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മുടെ പരിപാടികൾ തുടങ്ങാനായി. ഒരു ആർട്സ് ഡേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ബാച്ചിന്റെ വക ഒരു ഫ്യൂഷൻ ഡാൻസ്, നമ്മുടെ ദുരന്ത ഗായകൻ വിക്കി, സ്വയം നാറാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്ന നമ്മുടെ സന്ദീപേട്ടൻ, തെറി കേൾക്കാൻ വേണ്ടി വരുന്ന നമ്മുടെ അവതാരിക സുവർണ ചേച്ചി, സാറിന്റെ വക വെറുപ്പീര് സ്പീച്ച്, അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കുന്ന നമ്മുടെ മെക്കിലെ ചേട്ടന്മാർ, ഒഴിഞ്ഞ ക്ലാസ് റൂമിലായി നിന്ന് പഞ്ചാര അടിക്കുന്ന ദുരന്തം കപ്പിൾസ്, പുറകെ നടന്ന് വളക്കാൻ നോക്കുന്ന വൺ സൈഡ് ലവേഴ്സ്, ഇതിലൊന്നിലും പെടാതെ സിംഗിൾ ലൈഫ് അടിച്ചു പൊളിച്ച് വായി നോക്കുന്ന ടീംസ്. എല്ലാവരും ഹാളിലേക്ക് വന്നു തുടങ്ങി. പൂജ തനുവിനോട് ഇന്ദ്രേട്ടന്റെ മീശ പഠിച്ച കാര്യം പറഞ്ഞുകൊണ്ട് നേരെ തേജുവിന്റെ അടുത്തേക്ക് വന്നു.
രണ്ടുപേരും കൂടി വാഷ്റൂമിൽ പോയി സാരിയൊക്കെ ശരിയാക്കി ഹാളിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും മൈക്കിലൂടെ പ്രോഗ്രാം തുടങ്ങാറായെന്നും പറഞ്ഞ് അനൗൺസ്മെന്റ് വന്നു. സുവർണ ചേച്ചി അവതാരികയായതുകൊണ്ട് പുള്ളിക്കാരി പേപ്പറിൽ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും അബി അവരുടെ കൂടെ വന്നിരുന്നു. വിക്കി പാടാൻ പോണ കാര്യം അവർ അബിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ എല്ലാവരെക്കാളും അവർക്കാണ് അവരെ പാട്ട് കേൾക്കാൻ ആകാംക്ഷ. തനുവും വിക്കിയും പിന്നെ ബാക്കി പാട്ടുകാരും സ്റ്റേജിന്റെ പിന്നിലുള്ള ക്ലാസ് റൂമിലിരുന്ന് ഒടുക്കത്തെ പ്രിപ്പറേഷനാണ്. വിക്കിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും തനു ഇടയ്ക്കിടെ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവന്റെ മനസ്സിലെ പേടിയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി. പൂജ വന്ന് ഇന്ദ്രന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ തനുവിന് അവനെ പോയി കാണാൻ ഒരു അവസരം കിട്ടിയതേയില്ല. അവനും അവിടെ മുന്നിൽ പോയതേയില്ല. ഫാദറിന്റെ സ്ട്രിക്റ്റ് ഓർഡറാണ് കോളേജിൽ എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും അതിൽ കോളേജ് ചരിത്രത്തെക്കുറിച്ച് പറയണമെന്നുള്ളത്. സാധാരണ എപ്പോഴും ഈ പണി ഫൈനൽ ഇയേഴ്സിനാണ് കിട്ടുക. ഇത്തവണ അത് സന്ദീപേട്ടന്റെ തലക്കായി. എല്ലാവരും ചെയ്യാൻ പഠിക്കുന്ന കാര്യമാണിത്. കാരണം വേറൊന്നുകൊണ്ടല്ല, പിള്ളേരുടെ വക നല്ല കൊട്ടക്കണക്കിന് തെറിയിട്ടും. ഈ സമയം കോളേജിന്റെ വെളിയിൽ ഒരു വെളുത്ത ബെൻസുകാർ കോളേജ് ഗേറ്റ് കടന്നു വന്നു. അത് കണ്ടതും തന്നെ ഡേവിഡ് സാറിന്റെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സംഗീതയും ഗ്യാങ്ങും സാറിനെ കാണാൻ വേണ്ടി ക്ലാസിന്റെ വരാന്തയിലേക്ക് വന്നു നിന്നു. ഡേവിഡ് കാറ് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുനിർത്തി. കോ ഡ്രൈവർ സീറ്റിൽ നിന്നും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ശരത്ത് ഇറങ്ങി. പിന്നിലെ സീറ്റിൽ നിന്നും മെൽവിനും. അത് കഴിഞ്ഞതും ഡേവിഡ് ഇറങ്ങി. അവനെ കണ്ടതും സംഗീതയുടെ കണ്ണു തള്ളി. കറുത്ത കുർത്തയും അതേ കറുത്ത കരയുള്ള കസവുമുണ്ടായിരുന്നു അവന്റെ വേഷം. അതിനോടൊപ്പം തന്നെ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട്. അവൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ കൂളിംഗ് ഗ്ലാസ് അഴിച്ച് ചുറ്റൊന്ന് കണ്ണോടിച്ചു. അതെന്തിനാണെന്ന് ഞാൻ പറയാൻ തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. സംഗീതക്ക് അവന്റെ ഡ്രസ്സ് കണ്ടതും ആകെ ഒരു നിരാശ തോന്നി. ഒപ്പം പൂജയോടുള്ള അസൂയയും. ഇച്ചാ പോവാം, ശരത്ത് പറഞ്ഞു. ഡേവിഡ് മീശി വിരിച്ചുകൊണ്ട് മുണ്ടുമടക്കി സ്റ്റെപ്പിലൂടെ കയറി. അപ്പുറത്തും ഇപ്പുറത്തുമായി ശിഷ്യന്മാരെ പോലെ ശരത്തും മെൽവിനും. ലൈറ്റ് ബ്രൗൺ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമായിരുന്നു ശരത്തിന്റെ കോസ്റ്റ്യൂം. മെൽവിന്റെ റെഡ് കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടും. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി. തുടക്കം തന്നെ വേണുസാറിന്റെ വക ഒരു നീണ്ട പ്രസംഗമായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഉറക്കം വന്നു. പൂജ ആ സമയം മുഴുവൻ ഇരുന്നിരിപ്പിൽ തന്നെ ഡേവിഡിനെ തേടിക്കൊണ്ടിരുന്നു, തേജു ഹർഷിനെയും. പക്ഷെ രണ്ടിന്റെയും ഒരു പൊടി പോലും അവിടെയെങ്കിലും കണ്ടില്ല. ഇച്ചായ ഒളിച്ചല്ലോ. സ്റ്റാഫ് റൂമിന് മുന്നിൽ ഡേവിഡിനെ കണ്ടതും ഹർഷൻ വേഗം നടന്നു വന്ന് അവനെ പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. കൂടെ ക്രിസ്റ്റി ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്. സത്യം പറയാലോ, എനിക്ക് മുണ്ടെടുത്തൊന്നും ശീലല്ലടാ. ബെൽറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ വന്നു തന്നെ. അവൻ മുണ്ടൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാലും എൻ്റെ ഇച്ഛായ, നിങ്ങളിങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നാ ഞങ്ങളെയൊക്കെ ആര് നോക്കും? ഇന്നെങ്കിലും ഒന്ന് വിലസാന്ന് വിചാരിച്ചതാ, അതും പോയി കിട്ടി. ക്രിസ്റ്റി അവന്റെ കണ്ണീരൊക്കെ തുറക്കുന്ന പോലെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഇവന്മാരെ എവിടെ നിട്ടി? ഹർഷൻ അവർ രണ്ടുപേരെയും നോക്കിയോട് ചോദിച്ചു. അതൊന്നുമല്ല ഹർഷേട്ടാ, എല്ലാവരും നല്ല മാസം എൻട്രി തന്നു. ഇനിയിപ്പോൾ ഞങ്ങളായിട്ട് എന്തിനാ അത് വേണ്ട നോക്കുന്നതെന്ന് കരുതി ഇച്ചായന് കൂടെ അങ്ങ് പോന്നു. പെൺപിള്ളേർ വീഴ്ത്താൻ വേണ്ടിയാണ് ചെയ്തെങ്കിലും എല്ലാ പെൺതരികളും വീണത് ഇച്ചായന്റെ കാൽച്ചോട്ടിലാണെന്ന് മാത്രം. ശരത്ത് ഡേവിഡിനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആടാ മതി മതി, ഇനി ഇവിടുന്ന് ശരിയാവില്ല. അതെന്താ സാർ? നീ മറന്നോടാ, ഇന്ന് വെൽക്കം സ്പീച്ചേ എനിക്കുള്ളതാ. പ്രോഗ്രാം തുടങ്ങിയെന്നാ തോന്നുന്നത്. ഞാൻ ഹാളിലേക്ക് പോവാ, നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ല, ഇച്ചായൻ പോയിക്കോ, ഞങ്ങൾ കുറച്ച് പണി ബാക്കിയുണ്ട്. നിന്റെ പണി എന്താണെന്നൊക്കെ എനിക്ക് അറിയാടോ. ഡേവിഡ് ഹർഷനെ നോക്കി ഒന്നാക്കി ചിരിച്ചുകൊണ്ട് മെൽവിനെയും ശരത്തിനെയും കൂട്ടി നേരെ അസംബ്ലി ഹാളിലേക്ക് പോയി. ഡാ, നീ എപ്പോഴും അവളോട് പറയാൻ പോണേ? ഡേവിഡ് പോയി കഴിഞ്ഞതും ക്രിസ്റ്റി ചോദിച്ചു. പറയണം, ഇന്ന് എന്തായാലും പറയണം. പക്ഷേ വന്നേ പിന്നെ അവളെ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് വന്നിട്ടുണ്ടോന്ന് പോലും അറിയില്ല. അതിന് വന്നാ പിന്നെ നീ ഒരു ഭാഗത്ത് നിന്നിട്ടുണ്ടോ? അവൻ ശരിയാ, വാ നമുക്ക് നോക്കാം. അതും പറഞ്ഞ് അവളെ തേടി അവർ രണ്ടുപേരും ആ കോളേജ് മൊത്തം അലയാൻ തുടങ്ങി. പരിപാടി ഓരോന്നായി തുടങ്ങി. അത് കാണുന്ന തിരക്കിലാണ് പൂജയും തേജുവും. ഡി, നീ ആ പരനാറികളെ കണ്ടോ? തേജു ചോദിച്ചു. നീ ആരുടെ കാര്യം പറയുന്നേ? വേറെ ആര്? ആ ശരത്തും മെൽവിനും. ഓഹ്, അത് നിങ്ങൾ വല്ലവിടെയും പോയി വായി നോക്കിക്കൊണ്ട് നടക്കായിരിക്കും. കുറേ നേരം കഴിഞ്ഞതും ഡേവിഡും പിള്ളേരും വന്നു. ഡേവിഡ് നേരെ സ്റ്റേജിന്റെ അടുത്തേക്ക് പോയി. ശരത്തും മെൽവിനും വൈകി വന്ന കാരണം സീറ്റൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവർ സീനിയേഴ്സിന്റെ കൂടെ പിന്നാലെ പോയി നിന്നു. സോ നെക്സ്റ്റ് ഐ റിക്വസ്റ്റ് മിസ്റ്റർ ഡേവിഡ് ജോൺ സാർ ഫോർ അഡ്രസ്സിംഗ് ദി വെൽക്കം സ്പീച്ച്. സുവർണയുടെ അനൗൺസ്മെന്റ് കേട്ടതും എല്ലാ പിടക്കുഴികളും കണ്ണുവിളർത്തി ആകാംക്ഷയോടെ സ്റ്റേജിലേക്ക് നോക്കി. പ്രത്യേകിച്ച് പൂജ. അവനെ കണ്ടതും പൂജയുടെ കണ്ണ് 1000 വാട്ട് ബൾബ് പോലെ കത്തി. അവനെ ആ കറുത്ത കൂർത്ത കണ്ടപ്പോൾ അവളുടെ മനസ്സ് അവനുമായിട്ട് ഡ്യുയറ്റ് അടിക്കാൻ തുടങ്ങി. അവന്റെ മേലിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല അവൾക്ക്. ഈ കറുത്ത കൂർത്തയും ആ കറുത്ത കരയുള്ള മുണ്ടും അതവന് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. ഡി, നിന്റെ ആള് പൊളിച്ചല്ലോ, തേജു പറഞ്ഞു. പൂജ മറിച്ചൊന്നും പറഞ്ഞില്ല. അവൾ അവൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഡി, മതി മതി ഇങ്ങനെ നോക്കിയത്. എന്നാലും തേജു, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അടി, ഇയാൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല. പെട്ടെന്നായിരുന്നു മായ ചേച്ചി അവരുടെ അടുത്തേക്ക് വന്നത്. അതെ, അടുത്ത വെൽക്കം സ്പീച്ച് കഴിഞ്ഞാൽ ഇന്ദ്രന്റെ പാട്ടാ. തനു ഇന്ദ്രൻ എവിടെ?
അവർ ഫൈനൽ ഇയർ സിവിൽ ക്ലാസ് റൂമിലുണ്ടല്ലോ, തേജ് പറഞ്ഞു. അവിടെ ഇല്ല. അത് കേട്ടതും താൻ എവിടെ ഉണ്ടാവും എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. തേജു, എന്നാ നീ പോയെന്ന് വിളിച്ചിട്ട് വരുമോ? ആ ശരി ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ചോണ്ട് വരാം. അതും പറഞ്ഞ് തേജ് എണീറ്റു. ഡീ ഗുണ്ടൂസേ, വാടി, നമുക്ക് അവളെ പോയി വിളിച്ചിട്ട് വരാം. ഒന്ന് പോടി, ഞാനില്ല, എനിക്ക് സാറിന്റെ സ്പീച്ച് കാണണം. ഓ, ഇവളൊരുത്തി. തേജ് പിന്നൊന്നും ആലോചിച്ചില്ല. സ്റ്റോർ റൂമിനടുത്തുള്ള ഒഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് പോയി. അവിടെയാണ് സാധാരണ തനു ഇന്ദ്രേട്ടനും കൂടി നിന്ന് പഞ്ചാര അടിക്കാറ്. ഇന്ദ്രേട്ടൻ സ്റ്റോർ റൂമിനടുത്തുള്ള ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി മെസ്സേജ് അയച്ചിരുന്നു. അത് കണ്ടിട്ട് വന്നാണ് തനു. കുറേ നേരമായിട്ട് അവനെ കാണാതായപ്പോൾ അവൾ അവന് ഫോൺ വിളിച്ചു. പെട്ടെന്ന് അവന്റെ ഫോണിന്റെ ശബ്ദം പുറകിൽ നിന്ന് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവൾ ഒന്നും പറഞ്ഞില്ല. അവനെ കണ്ട് അങ്ങനെ ഫ്രീസ് അടിച്ച് നിൽക്കുവാണ്. എന്താടി എങ്ങനെ നോക്കുന്നേ? അവൻ താടിയും തടവിക്കൊണ്ട് ചോദിച്ചു. എടി, നിന്നോട് ഞാൻ ചോദിച്ചത്. അവൻ അവളുടെ തലക്കൊരു കൊട്ടു കൊടുത്തു. പെട്ടെന്ന് അവൾ തല കുടിഞ്ഞുകൊണ്ട് അവനെ അടിമുടിയും നോക്കി. ഇന്ദ്രേട്ടാ, എന്താ ഞാൻ ഈ കാണുന്നത്? അയ്യോ, ഇതിന്റെ ഇന്ദ്രേട്ടനല്ല. ഡേ, ഇത് ഞാൻ തന്നെയാ. എന്നാലും എന്തിനാ ഇന്ദ്രേട്ടാ ആ പഴയ രൂപം കളഞ്ഞേ? ഡീ, നീ തന്നെയല്ലേ പറഞ്ഞേ ഞാൻ കാട്ടാണ് പോലെ ഉണ്ടെന്ന്. അത് ഞാൻ അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. എന്നാൽ ഇത് വേണ്ടായിരുന്നു. അത് കേട്ടതും അവിടെ കരണം നോക്കി ഒന്ന് കൊടുക്കാനാണ് അവന് തോന്നിയത്. നീ പറഞ്ഞിട്ടില്ലടി ഞാൻ ഇങ്ങനെ ചെയ്തേ. എന്നിട്ടിപ്പോ ഞാൻ പോണു. അവർ നമ്മൾ വിളിക്കുന്നുണ്ട്. അവൻ കപടദേഷ്യം കാണിച്ച് പോവാൻ നിന്നു. ആ നീക്ക് ഇന്ദ്രേട്ടാ. അവൾ ഓടിപ്പോയി അവന്റെ മുന്നിൽ നിന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. വിട്, ഞാൻ പോട്ടെ. അവൻ അവളുടെ കൈ പിടിച്ചു മാറ്റാൻ നോക്കി. പക്ഷേ അവൾ വിട്ടതേയില്ല. പെട്ടെന്നായിരുന്നു അവന് ഫോൺ അടിച്ചത്. ആ ഹലോ, ആ മായ, ഞാനിപ്പോൾ അവിടെ എത്തും. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ അവന്റെ കഴുത്തിൽ ഉമ്മവെച്ചു. വീടടി. അവനൊന്ന് പിടഞ്ഞു. ഹലോ ഇന്ദ്ര, നീ ആരോടാ പറയുന്നേ? ഏയ് ഒന്നുമില്ല മായ. അവൻ അവളുടെ കയ്യിൽ നിന്ന് മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അവളുണ്ടോ വിടുന്നു. അവൾ അവന്റെ കാലിൽ ചെറുതായിട്ടൊന്ന് കടിച്ചു. ഇന്ദ്ര, ആർ യു ഓക്കെ? ആ മായ, ഐ ആം ഓക്കെ, ഞാനിപ്പോൾ എത്താം. അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ച് പോക്കലിട്ട് അവളെ ചേർത്ത് പിടിച്ചു. നിനക്ക് എന്താടി, വട്ടാണോ? അതെ വട്ട. ഈ ദേഷ്യം കാണുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയത്. പിന്നെ ദേഷ്യപ്പെടാതിരിക്കോ? നിന്റെ പറച്ചിലിട്ട് മീശയും താടിയും പഠിച്ച എന്നെ വേണം പറയാൻ. അയ്യോ, അതിൻ്റെ ദേഷ്യത്തിലാണോ? എന്നാൽ ഇതും കൂടി കേട്ടോ. എനിക്ക് ആ പഴയ ഇന്ദ്രേട്ടനെ ഇഷ്ടം. പക്ഷേ ഇതും സൂപ്പറാ. എൻ്റെ ഇന്ദ്രേട്ടന് ഏത് വേഷവും നന്നായിട്ട് ചേരും. അതെയോ? എന്നാത്താ. എന്ത്? നീ അന്ന് തരാന്ന് പറഞ്ഞില്ലേ അത്? അയ്യടാ, അത് ഞാൻ പിന്നെ തന്നോളാം. ഒന്ന് താടി, കൂതിയായിട്ട് വയ്യ. ഇല്ല ഇല്ല ഇല്ല, അറ്റ്ലീസ്റ്റ് ഈ കവിളത്തെങ്കിലും. അവൻ കവിൾ തൊട്ട് കാണിച്ചു. ആ അത് വേണേ തരാം. അതും പറഞ്ഞ് അവൾ അവൻ്റെ കവിളിൽ ഉമ്മ വെക്കാൻ പോയതും അവൻ മുഖം തിരിച്ചു. ആ ഉമ്മ പോയി പതിച്ചതോ അവൻ്റെ ചുണ്ടിൽ. അവൾ പെട്ടെന്ന് മാറാൻ നോക്കിയെങ്കിലും അവൻ അവളുടെ പിന്തലിൽ പിടിച്ച് ഒന്നുകൂടെ ചേർത്ത് നിർത്തി. അവസാനം അവൾക്ക് ശ്വാസം കിട്ടാതായപ്പോൾ അവൾ അവനെ പിടിച്ചു മാറ്റി ഒരു ചെറു ചിരിയോടെ അവിടെ നിന്ന് ഓടി. അവൻ നാണച്ചിരിയോടെ ചുണ്ടുടച്ചുകൊണ്ട് വെളിയിൽ വന്നതും ഭരത്തിന്റെ മുന്നിൽ വന്ന് പെട്ടു. അവർ ഇവനെയും ഓടിപ്പോയ തനുവിനെയും മാറി മാറി നോക്കി അവനെ നോക്കി രാഖിച്ചിരി പാസ്സാക്കിക്കൊണ്ട് അവിടുന്ന് പോയി. സ്റ്റേജിൽ പാട്ടും ഡാൻസുമൊക്കെ തുടങ്ങാനായതും എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. തേജ് ഇവരെയും തപ്പിക്കൊണ്ട് ആ റൂമിലേക്ക് വന്നതും അവരവിടുന്ന് പോയിരുന്നു. മറ്റാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെ കാണാത്ത നിരാശയിൽ മടങ്ങിപ്പോകാൻ വേണ്ടി സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോഴായിരുന്നു ഹർഷൻ കയറി വന്നത്. അവനും അവളെ അന്വേഷിച്ചു വരുന്ന വഴിയായിരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ടതും വായും പൊളിച്ച് നോക്കിയിരുന്നു. തുടരും.